ഗോപാൽ ശിലാസനൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപാൽ ശിലാസനൽ, അധ്യാപക സംഘടന പ്രതിഷേധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിവരത്തിൽ അധ്യാപക സംഘടനയുടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം വോട്ട് ചെയ്തതിനു ശേഷം സാധനങ്ങൾ കൈപ്പറ്റിയാൽ മതിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൽ താമസമുണ്ടാകുമല്ലോ. അത് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഇടത് അധ്യാപക സംഘടനകൾ ഇതിൽ വലിയ പ്രതിസന്ധിയിലാണ്, പ്രതിഷേധത്തിലാണ് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ KSTA ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ AKPCTA അതും കടന്ന് കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടത് അധ്യാപകരുടെ, കോളേജ് അധ്യാപകരുടെ സംഘടനയാണ് AKPCTA. AKPCTA ഇതിനോടകം തന്നെ ഈ അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ആ നിർദ്ദേശം വോട്ട് ചെയ്തതിനു ശേഷം മാത്രം പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയാൽ മതി എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ബിജു, പോലീസ് സംഘടനയുടെ നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. CR ബിജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലർക്കും പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കേട്ടു, ശരിയാണോ? പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ആകെ ഒരു ഡിസോർഡർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചിരിക്കുന്നവർക്ക് 14 ജില്ലകളിലെയും കളക്ടറേറ്റുകളിലേക്ക് അപേക്ഷ എത്തിയിട്ടുണ്ടെങ്കിലും അവരവർ ജോലി ചെയ്യുന്ന ജില്ലയിലെ കളക്ടറേറ്റിലേക്ക് ബാലറ്റ് എത്തുമെന്നുള്ള സന്ദേശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബാലറ്റ് റെഡിയാണ് എന്ന മെസ്സേജ് വന്നതിന് ശേഷം പോളിംഗിന് എത്തുന്നവർക്ക് പോലും ബാലറ്റ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേർക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു പൊതു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആസാം ഇലക്ഷന് വേണ്ടി 1000-ഓളം പോലീസുകാരെ ഡ്യൂട്ടിക്ക് അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ ഒരാൾക്ക് പോലും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിയിട്ടില്ല എന്നതും ഗൗരവമായി ഞങ്ങൾ കാണുന്നുണ്ട്. അപേക്ഷ നൽകിയവർക്ക് പോലും വോട്ടവകാശം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ നിരന്തരം നമ്മൾ സമീപിച്ചെങ്കിലും അതിലൊരു തീർപ്പോ പരിഹാരമോ ഉണ്ടായിട്ടില്ല. പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ബൈ പോസ്റ്റ് വരുന്ന സാധനം വോട്ട് ചെയ്ത് കൗണ്ടിങ്ങിന്റെ തലേ ദിവസം വരെ കളക്ടറേറ്റുകളിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി ഇലക്ഷന് ശേഷം വീണ്ടും 3 ദിവസമെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വിവിധ ജില്ലകളിലേക്ക്, അന്യ ജില്ലകളിലേക്കാണ് ഡ്യൂട്ടിക്കിറക്കാൻ പോയി കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ മുതൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട വിഭാഗമാണ് പോലീസ്. ഇനി ബാലറ്റ് ഈ മെഷീനുകളെല്ലാം തന്നെ കൗണ്ടിംഗ് സെന്ററിലെ ലോക്കറുകളിൽ എത്തിച്ചതിന് ശേഷം മാത്രം റിലീസ് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് അതിനുശേഷവും വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം. അത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള ഞങ്ങളുടെ ഒരു മൗലികാവകാശമാണ്. അന്യ സ്റ്റേറ്റുകളിലേക്കടക്കം ഡ്യൂട്ടിക്ക് പോകുന്നവരുടെ വോട്ടവകാശം നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടത്താൻ ഇത്തരം കാര്യങ്ങൾക്ക് നിയോഗിക്കപ്പെടുന്നവർക്ക് അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സൗകര്യം ഏത് രൂപത്തിലും അനുവദിച്ചു തരേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ്, കടമയാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ ഒരു അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കണം എന്ന ചിന്തയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. CR ബിജുവാണ് നമുക്കൊപ്പം ചേർന്നത്.